ഇതൊരു വാട്ടർ ടാങ്കാണ്. അപ്പോൾ ഇങ്ങനെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 1 മീറ്റർ ക്യൂബിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 1000 ലിറ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതി 1 മീറ്റർ ഉയരവും ഇതിൽ കൊള്ളുന്നതാണ് 1000 ലിറ്റർ. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി എളുപ്പമായി ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൽ അളവും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നമുക്കിവിടെ നീളം വീതിയും ഉയരമൊക്കെ തന്നിട്ടുണ്ട്. ഉള്ളളവാണ് കേട്ടോ എടുക്കേണ്ടത്, പുറളവല്ല, ഉള്ളത്തെ അളവാണ് എടുക്കേണ്ടത്. 6 ഇൻറ്റു അതിൻ്റെ വീതി 3 ഇൻറ്റു അതിൻ്റെ ഉയരം. അപ്പോൾ നമുക്ക് ഇത് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത് 72 മീറ്റർ ക്യൂബ് ആണ് കിട്ടുക. 1 മീറ്റർ ക്യൂബിൽ കൊള്ളാവുന്ന വെള്ളം 1000 ലിറ്ററാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 72നെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ടാങ്കിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കിട്ടും, 72,000 ലിറ്റർ എന്ന് കിട്ടും. അതാണ് ആ ടാങ്കിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവ്.